ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്കും ഏട്ടത്തിക്കും അനിയത്തിക്കൊക്കെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു, റെയിലോട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുന്നൊരു വീഡിയോ ആണ്. സാധനം അനിയത്തിന് ഭർത്താവിനെ കൊടുക്കാനുണ്ടായിരുന്നു, കാണിക്കാൻ വേണ്ടി കട വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൊടുത്തു ഞങ്ങൾ പോവാണ് കേട്ടോ. പട്ടുവത്തെ കൂടെയാണ് കേട്ടോ പോകുന്നത്. പോകുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ എത്തിയ ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, വരാൻ ലേറ്റായിരുന്നു. പിന്നെ സുഫിയൊക്കെ സുഖമില്ല, ഓൻ ഹോസ്പിറ്റലൊക്കെ പോകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ലേറ്റ് ആയതാണ് കേട്ടോ. പിന്നെ അവിടെ തിരിച്ച് വരുമ്പം ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ മേടിച്ചു, നോമ്പൊക്കെ മുറിച്ചു. ഇത് നോമ്പ് ഇങ്ങനെയായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് അവിടെ ഒന്നും ഹോട്ടലുണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ച് വരുമ്പം പിന്നെ കുറേ മുന്നോട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഒരു ഹോട്ടൽ കണ്ട്, തട്ട് കടയാണ് കേട്ടോ. അവിടെ കയറി നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഏട്ടത്തിൻ്റെ മോളെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവർ അനിയത്തി ഏട്ടത്തേക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റാണ് കേട്ടോ ഇവിടെ വരുന്നത്. ചായയും അവിൽ മിൽക്കും പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ നല്ല ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടു കേട്ടോ. നമുക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു. പിന്നെ നാളെ വരണ്ടല്ലോ എന്നുകൊണ്ട് നമ്മൾ നേരെ ഷോഫീസിലേക്കാണ് കേട്ടോ പോയത്. അവിടുന്ന് പിന്നെ വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ. പെരുന്നാൾക്ക് വേണ്ടിയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ സിനാനും ക്ഷമ വന്നിട്ടുണ്ടായിരുന്നു, അവർ ടൗണിലേക്ക് വന്നതാണ്. നമ്മളെവിടെ ഉണ്ടെന്നാണ് അപ്പോൾ ഇവിടത്തേക്ക് വന്നു. കുറച്ച് ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾ കണ്ട് നോക്ക് കേട്ടോ. മാഷാഅല്ലാ, അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ കസ്റ്റാർഡിനെ നോമ്പ് പൊരിക്കാൻ വേണ്ടി കസ്റ്റാർഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മക്ക് ഒറ്റക്കായതുകൊണ്ട് എല്ലാ പണിയുണ്ടല്ലോ, അപ്പോൾ ആക്കാൻ പറ്റിയിട്ടില്ല. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഫ്രൂട്ട്സൊക്കെ മുറിച്ചിടാണ്ട് വേണ്ടു, പക്ഷെ എല്ലാം കൂടി ഉമ്മക്ക് ആവില്ല എന്നിട്ട് ഉമ്മ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കസ്റ്റാർഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പാലിൽ കസ്റ്റാർഡൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സിൻ്റെ വേണ്ടു. അപ്പോൾ ഇതൊക്കെ മുറിച്ചിടുന്ന സമയത്താണ് കേട്ടോ ഐസ്ക്രീമിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഐസ്ക്രീം എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഷോഫീസിൽ നിന്ന് എടുക്കാനേ ഉള്ളൂ, പക്ഷെ അത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ മക്കൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പീടിക തുറക്കും കേട്ടോ. മക്കൾ വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെന്താ പറയുക ഐസ്ക്രീം മേടിക്കാൻ അയച്ചത്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കുറച്ച് എന്ത് ഫ്രൂട്ട്സ് നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് എന്താ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം. കയ്യിൽ അന്നേരം അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെ പപ്പായ നമ്മളായിരുന്നു മേടിച്ചതായിരുന്നു കേട്ടോ. പപ്പായം മുന്തിരിങ്ങും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതായിരുന്നു. ബാക്കിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ബോൾ ഐസ്ക്രീം ആട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അതൊക്കെ കൊണ്ടുവന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ കേട്ടോ ഓർമ്മ വന്നാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടില്ല, പിന്നെ കുറച്ച് അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടു. എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തു. മക്കളൊക്കെ ഓരോരാൾ വരുന്ന എത്ര അപ്പോൾ കുടിക്കുന്നത് അതൊക്കെ അതിന് ശേഷമാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല.
അപ്പം ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.